ഈ കവാടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും വിശുദ്ധ അൽഫോൻസാമ്മയുടെ പള്ളിയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന്. ഇന്നത്തെ വീഡിയോ അവിടെ പോയതിൻ്റെ വിശേഷങ്ങളാണ്. അത് കോട്ടയം ജില്ലയിലെ വരണങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന പള്ളികളിലൊന്നാണ്. വളരെ ചരിത്രപ്രധാനമായ സ്ഥലമാണ് ഇവിടം. വിശുദ്ധ അൽഫോൻസാമ്മയെ ഖബറ അടക്കിയിരിക്കുന്നതും ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ അൽഫോൻസാമ്മയുടെ തിരുശേഷിപ്പ് ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 1946 വിശുദ്ധ അൽഫോൻസാമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഈ പള്ളി ഭയങ്കര ഫേമസായി. ഒരുപാട് തീർത്ഥാടകർ ഇവിടെ വന്ന് സന്ദർശിക്കുന്നുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് രോഗശാന്തികൾ, ഒരുപാട് അത്ഭുതങ്ങൾ നടന്നൊരു സ്ഥലമാണിത്. 2008 അൽഫോൻസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. അതിനുശേഷവും ജനത്തിരക്കുകളാണ് ഇവിടെ വന്ന് ഇവിടം സന്ദർശിക്കുന്നത്. ഞങ്ങളൊരു ദിവസമാണ് പോയത്. അപ്പോൾ തന്നെ ഇത്രയും തിരക്കുണ്ട്. അപ്പം തിരക്കുള്ള ദിവസങ്ങളിലുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. അത്രയ്ക്കും ആളുകൾ ഇവിടെ വന്ന് സന്ദർശിക്കുന്നുണ്ട്. അതായത് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരും വരുന്നുണ്ട്, ഇന്ത്യക്ക് വെളിയിലുള്ള ആൾക്കാരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടെയുള്ള പ്രാർത്ഥനകൾ പങ്കെടുക്കുന്നുണ്ട്. ഇതാണ് അൽഫോൻസാമ്മയെ ഖബറടക്കിയിരിക്കുന്ന സ്ഥലം. നമ്മളിപ്പം അതിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ തന്നെ അത്രയ്ക്കും ഒരു ക്യൂ പോലെ നിന്നിട്ട് വേണം നമ്മൾ അവിടെ എത്തിച്ചേരാൻ തന്നെ. അത്രയ്ക്കും ആളുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അൽഫോൻസാമ്മയുടെ ജീവചരിത്രം പറയുന്നൊരു മ്യൂസിയം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബുക്ക് സ്റ്റാൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ അവിടെ ഒരു മാതാവിൻ്റെയും ഈശോയുടെയും എല്ലാവരും ഗ്രോട്ടോ ഇറങ്ങുന്ന ഒരു പ്രാർത്ഥിക്കാനെല്ലാം പറ്റുന്ന, പിന്നെ തിരിയെല്ലാം കത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു ചരിത്ര പുരാതന സ്ഥലം എങ്ങനെ വൃത്തിയിലും മെനയിലും കൊണ്ട് നടക്കണമെന്ന് ഇവർ കാണിച്ചു തരുന്നുണ്ട്. അത്രയ്ക്കും നല്ല വൃത്തിയിലും മെനയിലും നല്ല എന്താ പറയുക, ഒരു ആത്മീയത ഉണർത്തുന്ന ഒരു സ്ഥലം. അതെങ്ങനെ പരിപാലിക്കണം എന്നും അവിടെയുള്ള ആളുകൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഒരു അനാവശ്യമായ ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാത്തൊരു, നമ്മുടെ മനസ്സിന് എന്താ പറയുക, ഒരു ശാന്തി സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, ഓരോ തവണ വരുന്ന തിരിച്ചു പോകുമ്പോഴും ഇനിയും വരണം എന്നൊരു തോന്നൽ മനസ്സിലെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് വരണങ്ങാനത്തുള്ള അൽഫോൻസാമ്മയുടെ പള്ളി. എത്ര തവണ പോയാലും നമുക്ക് മടുക്കില്ല, അങ്ങനൊരു സ്ഥലമാണ് കേട്ടോ. പോകാൻ പറ്റുന്നൊരു പോകണം കേട്ടോ. പിന്നെ തൊട്ടടുത്തൊരു ബുക്ക് സ്റ്റാൾ ഉണ്ടെന്ന് തോന്നുന്നില്ലേ, അവിടെ ബുക്ക് സ്റ്റാൾ, അതുപോലെ കൊന്തകൾ, വെന്തിങ്ങം, അങ്ങനെയുള്ള കൊന്തമോതിരം, അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ചെറിയ പൈസയേ ഉള്ളൂ.